മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് സന്നിധാനം? ഭക്തജനത്തിരക്ക് എങ്ങനെയാണ്? അല്ല, ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പുതിയ ക്യൂ സിസ്റ്റം, പുതിയ ദർശന രീതി ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുകയാണ് അല്ലെ ജയശങ്കർ? അതായത് അശ്മി, അല്പസമയം മുമ്പാണ് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിച്ചത്. എന്തായാലും ഈ ഭക്തരെ സംബന്ധിച്ച് 5 ദിവസം ഭക്തിയുടേതാണ്. മാർച്ച് 19 രാത്രി വരെ ഈ നട ഇങ്ങനെ തുറന്നിരിക്കും. അല്പസമയത്തിനകം തന്നെ ഭക്തരെ ഇങ്ങോട്ട് ദർശനത്തിനായി 18-ാം പടി കയറ്റി വിടുന്നതാണ്. ഈ ക്യൂ ലൈനൊക്കെ അല്പസമയത്തിനകം തുറക്കും. വലിയ തിരക്കാണ് മീനമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കൂടുതൽ അന്യസംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഭക്തരെ അല്പസമയത്തിനകം തന്നെ 18-ാം പടി കയറ്റി മുകളിലേക്ക് വീടുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. നിരവധി ഭക്തരാണ് ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ക്രമീകരണമാണ്. ഈ പുതിയ ക്യൂ ക്രമീകരണം ദേവസ്വം ബോർഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നു. അതായത് കൊടിമര ചുവട്ടിൽ നിന്ന് തന്നെ ഭക്തരെ വഴി തിരിച്ചു വിട്ടുകൊണ്ട് ദർശനം സാധ്യമാക്കുന്ന പുതിയ രീതിയാണ് ദേവസ്വം ബോർഡ് പരീക്ഷിക്കുന്നത്. ഈ രീതി വരുന്നതോടുകൂടി 10 മുതൽ 25 സെക്കൻഡ് വരെ ഭക്തർക്ക് ദർശനം ലഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രീതിയുടെ ഒരു പരീക്ഷണം ഇന്ന് മുതൽ ആരംഭിക്കും. നാളെ മുതൽ 5 ദിവസമായിരിക്കും ശബരിമല നട തുറന്നിരിക്കുക. 19-ാം തീയതി രാത്രി ഹരിവരാസനം ചൊല്ലി നടയിരിക്കും. എന്തായാലും ഭക്തരെ അല്പസമയത്തിനകം തന്നെ തുറന്നുവിടുക. ഭക്തരെ തുറന്നു വിടുന്നുണ്ട്. സ്കാൻ ഭക്തരെ തുറന്നു വിടുകയാണ്. വലിയ തോതിൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിലുള്ളത്. കൂടുതലും അന്യസംസ്ഥാനത്തുനിന്നുള്ള ഭക്തരാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവർ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദർശന സാന്നിധ്യം എന്തായാലും ലഭിച്ചിരിക്കുന്നു. പുതിയ ക്യൂ സംവിധാനം നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് സ്കാൻ കാണാം. ആളുകളെ നേരിട്ട് കൊടിമരച്ചൂട്ടിൽ നിന്ന് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. സ്വതവേ ഈ മേൽപ്പാലം കയറി വളരെയധികം സമയം നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദർശനം സാധ്യമാകാറുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അതിന് ആ രീതി മാറിയിരിക്കുന്നു. ഭക്തരെ നേരിട്ട് നടയിലേക്ക് കൊടിമരച്ചൂട്ടിലൂടെ കടത്തിവിടുന്ന ഒരു സമ്പ്രദായമാണ് ദേവസ്വം ബോർഡ് അവലംബിച്ചിരിക്കുന്നത്. ഇതിലൂടെ 10 മുതൽ 25 സെക്കൻഡ് വരെ ഭക്തർക്ക് അധിക സമയം ദർശനം ലഭിക്കുന്നതാണ് ദേവസ്വം ബോർഡ് എന്തായാലും പറയുന്നത്. എന്തായാലും ശബരിമലയുടെ മീനമാസ പൂജകൾക്കായുള്ള ദർശനം തീർത്ഥാടന കാലം ആരംഭിച്ചിരിക്കുന്നു. 19-ാം തീയതി വരെയാണ് നട ഇങ്ങനെ തുറന്നിരിക്കുക. നിരവധി ഭക്തരാണ്, അന്യസംസ്ഥാനം ഉൾപ്പെടെ നിരവധി ഭക്തരാണ് എന്തായാലും ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത്. പുതിയ രീതിയിലുള്ള ട്രെയിൽ അതുതന്നെയാണ് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ, ഈ സീസണിലെ ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സംവിധാനം വിജയിക്കുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണം ഇതിൽ ആവശ്യമുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഈ രീതി ഇന്നോ നാളെയോ പരീക്ഷിക്കുന്നതോടുകൂടി തന്നെ മനസ്സിലാക്കാനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് എന്തായാലും ദേവസ്വം ബോർഡുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തന്നെയുണ്ട്. മറ്റ് ദേവസ്വവുമായി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ഭക്തരെത്തിയാൽ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മീനമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്നത്. എന്തായാലും ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് ഭക്തിസാന്ദ്രമായിരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ ഒരുക്കി കഴിഞ്ഞു. അശ്മി, ഇത്തവണത്തെ വലിയ പ്രത്യേകത അതുതന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ ബലിക്കല്ല് കടന്ന് നേരെയും നമുക്ക് ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ ക്യൂവിൽ ക്രമീകരണം അപ്പോൾ നേരെ അപ്പം ഇനിയിപ്പോൾ ക്യൂ കോംപ്ലക്സ് ഒക്കെ ഒഴിവാക്കി അങ്ങനെ പോകാം. പക്ഷേ ഇത് തിരക്ക് കൂടുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന മണ്ഡല മകരവിളക്ക് കാലത്ത് ഇത് നടപ്പാക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇത് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇത് വിജയിക്കുകയാണെങ്കിൽ വിഷുവിന് ഈ മട്ടിൽ തന്നെ ആയിരിക്കും ഭക്തരെ, തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുക എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് പരാതികളൊന്നുമില്ലാതെ വളരെ സുഗമമായി തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കുറെ കൂടി ഇത്തരം കാര്യങ്ങളിൽ പരീക്ഷണത്തിന് പറ്റിയ ഒരു ആത്മവിശ്വാസം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ബോർഡ് അംഗങ്ങൾക്കും. ഫ്ലൈ ഓവർ വഴികളാണെങ്കിൽ ഒരു പരമാവധി 5 സെക്കൻഡൊക്കെ മാത്രമേ ഒരു ഭക്തൻ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് ഒരു 30-40 സെക്കൻഡൊക്കെ നിന്ന് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു ഭക്തന് എത്ര സമയം അധികം നിൽക്കാൻ പറ്റുന്ന അത്രത്തോളം പുണ്യമായിട്ടാണല്ലോ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പരമാവധി സമയം നിൽക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത് പക്ഷേ ട്രയലാണ്, ഇത് പരീക്ഷണം തന്നെയാണ്. ഇത് എന്തൊക്കെ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട്, ഇത് യഥാർത്ഥത്തിൽ വിജയം തന്നെയാണോ, മറ്റെന്തെങ്കിലും പ്രശ്നം അതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുള്ള ഒരു ട്രയൽ, ഒരു പരീക്ഷണമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിജയപരാജയങ്ങളൊക്കെ നമുക്ക് ഇത് കഴിയുമ്പോഴാണ് അറിയുക. അതിൽ ഏതെങ്കിലും തരത്തിൽ പരിഷ്കരണം വരുത്തേണ്ടതുണ്ടോ
എന്ന് നോക്കുന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് സ്വാഗതാർഹമെന്നും ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമെന്നും ഭക്തർക്ക് അവരുടെ അയ്യനെ കൂടുതൽ സമയം ദർശിക്കാനുള്ള സമയം കിട്ടുന്ന ഇതിൽ നല്ല കാര്യം എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. അതിനിപ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ് എന്തായാലും ദർശനത്തിന് എത്തുന്നവർക്ക് സുഗമമായി ദർശനം കിട്ടുക, അതിന് പറ്റുന്ന തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത് ആ നിലയ്ക്ക് തന്നെ നടക്കട്ടെ. അപ്പോൾ അത് വിജയിക്കുമോ എന്നത് ഈ ദിവസങ്ങളിലെ പരീക്ഷണത്തിന് ശേഷം അറിയാം. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം.